ഉൾവശം കാണാം. അടിപൊളി വർക്കാ കേട്ടോ. ദേ ഈ ബിൽഡിംഗ് കണ്ടോ, ഈ ബിൽഡിങ്ങും വിനായകൻ പണിതാ. ദേ 7 സെന്റ് പണിഞ്ഞൊരു വീട് കാണാം. ബാ, നമ്മൾ കപ്പൽ കണ്ടു. അതുപോലെ തന്നെ ഇപ്പൊ കാണുന്നത് പമ്പാണല്ലേ. നമസ്കാരം. 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 നമ്മളിപ്പോ പത്തനംതിട്ട കൂടലാണ്. ഇവിടെ ഒരു കൂറ്റൻ കപ്പലാണ്. ദേ നേരിട്ട് കാണാം. ഈ വർക്ക് ചെയ്ത ആളെ ഒന്ന് കാണാം. നമസ്കാരം. നമസ്കാരം. പേരെന്തുവായിരുന്നു? വിനായക്. നമ്മുടെ കമ്പനിയുടെ പേര് വിനായക് കൺസ്ട്രക്ഷൻ. ശരിക്കും എന്താണിത്? ഇത് ഷിപ്പ് ബിൽഡിംഗ് ആണ്. ഇതിനകത്ത് നമുക്ക് റെസ്റ്റോറന്റ് വരുന്നുണ്ട്, പിന്നെ മേളിൽ റൂംസ് എല്ലാം വരുന്നുണ്ട്. അപ്പൊ മോളി ഒരു 2-3 നിലയായത്. 2-3 നില. അപ്പൊ ഷിപ്പിന്റെ കൂട്ട് തന്നെയാണ് ഇത് ഫുള്ള് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ പ്രോജക്റ്റ് ആരുടെയാ? പ്രോജക്ട് PKD ഗ്രൂപ്പ്സിന്റെ. PKD നമുക്കറിയാവുന്ന ആളാണല്ലോ. ശരിക്കും അദ്ദേഹത്തിന് ഒന്ന് കാണാം. ദേ കപ്പലിന്റെ അറ്റത്താണ് നിൽക്കുന്നത്. ദേ പ്രകൃതി കണ്ടോ, ഒരു രക്ഷയില്ല. കാറ്റെന്ന് പറഞ്ഞാൽ എത്ര വെയിലാണെങ്കിലും അടിപൊളിയാണ്. സാറേ നമസ്കാരം. ബിജു. പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, കാരണം നമ്മൾ കുറെ വീഡിയോസിൽ വന്നിട്ടുണ്ട്. സാറേ എന്താണ് ഇവിടുത്തെ പ്രോജക്റ്റ്? ഇവിടുത്തെ നമ്മളെ പാർക്ക് ആൻഡ് റിസോർട്ട് എന്ന് പറയുന്ന ഒരു അമ്യൂസ്മെന്റ് പാർക്ക് കൂടെ. ഇവിടെ നമ്മളെ സിപ്പ് ലൈന്, പിന്നെ സ്വിമ്മിംഗ് പൂള്, അങ്ങനെയുള്ള പല പല ആക്ടിവിറ്റീസ് ഉണ്ട്. താഴത്തെ പാർട്ട് നമ്മളൊരു മ്യൂസിയം വരുന്നുണ്ട്, പിന്നെ റെസ്റ്റോറന്റ് ഉണ്ട്, പിന്നെ റൂംസ് ഒരു 10 ഇതേ, പിന്നെ റൂഫ് ഗാർഡൻ ഓപ്പൺ റെസ്റ്റോറന്റ് ഉണ്ടാവും. ഏകദേശം ഒരു 20 ഏക്കറിലാണ് ഈ ഒരു സെറ്റപ്പ്. ശരിക്കും പത്തനംതിട്ട ജില്ലക്കാർക്ക് അഭിമാനത്തോട് പറയാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റ് ആണ് നമുക്ക് ഇവിടെ വരാൻ പോകുന്നത്. സാറ് തന്നെ ആദ്യത്തെ വർക്കുകൾ ചെയ്തിട്ടാണ് രണ്ടാമത്തെ വർക്ക് ഇങ്ങനെ വലിയ വലിയ വർക്കുകൾ കൊടുക്കുന്നത്. അപ്പൊ കൂടുതൽ വേറെ എന്തൊക്കെ ചെയ്യുന്നുണ്ട് സാറേ? നമുക്ക് പല പ്രോജക്റ്റുകൾ നടക്കുന്നുണ്ട്. ഇപ്പം മെയിനായിട്ടും പെട്രോൾ പമ്പ് ഒരെണ്ണം നടക്കുന്നുണ്ട്, നമുക്ക് വരുന്നുണ്ട്. ഒട്ടുമുക്കാലും മെയിൻ കൺസ്ട്രക്ഷൻ എല്ലാം പുള്ളിക്കാരൻ തന്നെ ചെയ്യുന്നത്. കാരണം നമ്മള് അതിന് മുന്നേ പല പ്രോജക്റ്റിനും വിളിച്ചു. അന്നേരം ഒരു 100-ന്റെ 50-ന്റെ കുറവ് വരും. പക്ഷെ പല പ്രശ്നങ്ങളാണ്. ഒന്ന് വർക്കിന്റെ ഡിലേ, പിന്നെ ആണെങ്കിൽ വർക്ക് നല്ല ക്ലിയർ അല്ല, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അവർ ഡിലേ വരുത്തുന്ന മെയിൻ ഇത്. നമുക്കൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനെ കൊണ്ട് അവർ പിന്നീട് സമ്മതിക്കത്തില്ല. നമ്മൾ പൈസയുടെ ലാഭത്തിന് പോകുമ്പോൾ നമ്മളെ പണിയിൽ അത് ഒത്തിരി ബാധിക്കും. ഇപ്പം നമ്മൾ ഈ ഷിപ്പ് ബിൽഡിംഗ് ആണെങ്കിലും നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തരും. നമുക്കൊരു കംപ്ലൈന്റ് ഇല്ല, കണ്ണു അടച്ച് വിശ്വസിക്കാം. അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നേരിട്ട് കാണാം. വീടൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, നമുക്കൊന്ന് കാണാതെ. നമ്മൾ കപ്പൽ കണ്ടു. അതുപോലെ തന്നെ ഇപ്പൊ കാണുന്നത് പമ്പാണല്ലോ. ഇതിന് പ്രത്യേകത കുറെ ഉണ്ട് വർക്ക് ചെയ്യാനായിട്ടല്ലേ? ഇത് കാണുന്ന വർക്കല്ല, ഇതിന്റെ അണ്ടർഗ്രൗണ്ടിലാണ് ഇതിന്റെ വർക്കുകൾ മൊത്തം നടന്നേക്കുന്നത്. ഈ കാണുന്ന ബിൽഡിംഗ് വർക്കുകളല്ല ശരിക്കും ഇതിനകത്തുള്ളത്. ഇതിന് അടിയിലോട്ടാണ് കൂടുതലെല്ലാം വർക്ക്. ഫുൾ വർക്കുകൾ. ശരിക്കും എത്ര നാൾ എടുത്തിപ്പം വർക്ക് ചെയ്ത് തരാന്? ഇതിപ്പോ ഒരു 6 മാസം ആയിട്ടുണ്ട്. 6 മാസമായിട്ടുണ്ട്. ഈ പമ്പിന്റെ ഓണേഴ്സിനെ കാണാം. നമസ്കാരം. നമസ്കാരം. എന്റെ പേര് രജി. ശരി, ഇവിടെ തന്നെ നാട്. നമുക്ക് എങ്ങനെയുണ്ട് നമ്മുടെ ഇദ്ദേഹത്തിന്റെ വർക്ക്? സൂപ്പറാണ്, വിശ്വസിച്ച് നമുക്ക് ഏൽപ്പിക്കാൻ പറ്റും. ഈ പമ്പൊക്കെ പണിയോന്ന് പറഞ്ഞാൽ സാധാരണ ശരിക്കും റിസ്ക് ഉള്ള ഒരു വർക്കാണ്. സാധാരണ ഒരു വീടോ ഒന്നും ചെയ്യുന്നതിന്റെ കൂട്ടല്ല. അപ്പൊ ആ രീതിയിൽ തന്നെ തുടക്കം തൊട്ട് അത് വൃത്തിയായിട്ട് ചെയ്താലേ ഇത്രയും വലിയ സെറ്റപ്പിലേക്ക് എത്തത്തുള്ളൂ. നല്ല വൃത്തിയായിട്ട് ചെയ്യും അല്ലേ? റിലയൻസിന്റെ, അത് ജിയോയുടെ പമ്പ. അപ്പൊ ജിയോയ്ക്ക് അവരുടേതായിട്ടുള്ള സ്റ്റാൻഡേർഡും കാര്യങ്ങളും ഉണ്ട്. അതുപോലൊക്കെ അവരുടെ ക്വാളിറ്റി, അപ്പോൾ ക്വാളിറ്റിയിലുള്ളതായിക്കൊണ്ട് അവർ ആ ഒരു മെയിൻറ്റെയിൻ സ്റ്റാൻഡേർഡാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർ നല്ല കോൺട്രാക്ടർമാരെ അപ്പോയിന്റ് ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വിനായനെ തന്നെ ഏൽപ്പിച്ചത്. അപ്പോൾ ശരിക്കും അവരിടയ്ക്കെല്ലാം വന്ന് നോക്കാറുണ്ട്. പിന്നെ എപ്പോഴും അവർ ദിവസവും അവരുടെ എഞ്ചിനീയറും ഉണ്ട് ഫുൾ ടൈം, പിന്നെ വിനായൻ്റെ എഞ്ചിനീയറുണ്ട്, ബാക്കി ഇഷ്ടംപോലെ ആൾക്കാർ. ഒരു ദിവസം എത്ര ഈ മഴയുടെ ഒരു പ്രശ്നം കൊണ്ട് അല്ലായിരുന്നു ഇപ്പം ഏകദേശം പമ്പിന്റെ പണി കഴിയേണ്ടി. ദേ ഈ ബിൽഡിംഗ് ഉണ്ടോ, ഈ ബിൽഡിങ്ങും വിനായകൻ പണിതാ. ഈ ഒരു ബിൽഡിംഗ് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്? ഇപ്പൊ ഏകദേശം 36,000 സ്ക്വയർ ഫീറ്റ് അടുപ്പിച്ചിട്ടുണ്ട്. 36,000 സ്ക്വയർ ഫീറ്റ്. ഇത് താഴോട്ട് സെല്ലാറുണ്ട്. അപ്പൊ ഇതുപോലെ എത്ര വലുതാണെങ്കിലും ചെറുതാണെങ്കിലും നമ്മൾ ചെയ്യും. ദേ അടിപൊളി ഒരു വീട് കാണാം. ഇത് എത്ര സെന്റാ? ഇതിപ്പോ 7 സെന്റ് പണിഞ്ഞേക്കുന്ന വീടാണ്. നല്ല നീളമുള്ളൊരു സിറ്റൗട്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ. ദേ ഉൾവശം കാണാം. അടിപൊളി വർക്കാ കേട്ടോ. ഇതെല്ലാം നമ്മളെ തടി കൊണ്ടായാലും ഇതൊക്കെ ഇന്ത്യയിലെല്ലാം നമ്മൾ ചെയ്തില്ലേ? ഇതിന്റെ എല്ലാം ഇവിടെ നിന്നുകൊണ്ടോ അങ്ങോട്ടും കാണാം, അവിടുന്ന് പുറത്തോട്ടും കാണാം. നല്ല വെട്ടമുണ്ട്. പ്രതിനെ ഒന്ന് തിരിച്ചേ, ക്യാമറ തിരിച്ച് അങ്ങോട്ട് നോക്കിയേ. ഇതുണ്ടോ എന്തോ സൂപ്പറാ നോക്കിയേ. ഈ ശരിക്കും ഏത് റൂമിലിരുന്നാലും ഇതേപോലെ വെട്ടമുണ്ടല്ലോ, നല്ല രീതിയിൽ വെട്ടമുണ്ട്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാല് ഡൈനിങ് ഇവിടെ ആണ്. ഡൈനിങ് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റെയർ ആണ്. സ്റ്റെയറിന് ഒരു പ്രത്യേകത പറഞ്ഞാൽ ഗ്ലാസ് ആണ്. ഗ്ലാസ് ഉണ്ടോ? ഈ ഗ്ലാസിന്റെ മുകളിൽ എന്തോ സാധനം? ഇത് തേക്കിന്റെ വുഡ്. ഇത് തേക്ക് തന്നെ, ബാക്കി എല്ലാം ഗ്ലാസ് ആണ്. മോളി വരെ എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടുത്തെ പരിപാടിയൊക്കെ? വളരെ നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. പേരെന്തോ ഇദ്ദേഹത്തിന്? എന്റെ പേര് അജി. സ്ഥലം ഇലവന്തിട്ടയാണ് ഈ വീട്. ഇത് ആരുടെ വീടായത്? ഇത് എന്റെ വൈഫിന്റെ ആങ്ങളുടെ വീട്. അവര് പുറത്താ. അപ്പൊ ഇദ്ദേഹമാണ് ചെയ്യിച്ചത്. എങ്ങനെ ഉണ്ടായിരുന്നു ഈ പരിപാടിയൊക്കെ? കുഴപ്പമില്ല, നല്ല സഹകരണം, നല്ല രീതിയിലുള്ള വർക്കെല്ലാം നടന്നു. കാണുമ്പോ തന്നെ അറിയാം ഒരു രസമുണ്ട് വീട്ടിൽ നിന്ന് കയറുമ്പോ. ഇതാണ് നമ്മുടെ ഓഫീസ്. ഓക്കെ. ഇതിപ്പോ സ്ഥലം എവിടാ? ഇത് കലഞ്ഞൂര് അമ്പലത്തിനടുത്ത്. നമ്മൾ എന്തൊക്കെ സർവീസാ ചെയ്യുന്നത്? നമ്മളിപ്പോ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഉണ്ട്, പ്ലാൻ ഉണ്ട്, നമ്മൾ ഗ്യാസ് മാർട്ടും കാര്യങ്ങളും എല്ലാം ഇപ്പൊ ചെയ്യുന്നുണ്ട്. അപ്പം സ്ട്രക്ചറൽ ഡ്രോയിങ് ഉണ്ട്, ഇതെല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പം നമ്മൾ വീഡിയോ എല്ലാം കണ്ടല്ലോ. ശരിക്കും ചെറിയ വർക്കായാലും വലിയ വർക്കായാലും വീടായാലും അതുപോലെ പമ്പായാലും
ഇന്ന് റിസോർട്ടായാലും എല്ലാ വർക്കുകളും നമ്മൾ നേരിട്ട് കണ്ടതാണ്. അത് മാത്രമല്ല അതിന്റെ ഉടമസ്ഥന്മാർ പറയുന്ന നല്ല വാക്കുകൾ നമ്മൾ കേട്ടതാണ്. അപ്പൊ ശരിക്കും ആദ്യത്തെ വീഡിയോ അല്ല, രണ്ടാമത്തെ വീഡിയോയും കൂടെ. അപ്പൊ എല്ലാവർക്കും അറിയാൻ പറ്റും ഇദ്ദേഹത്തിന്റെ വർക്കിന്റെ ഫിനിഷിങ്ങും കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ളത്. ഈ വീഡിയോ നമ്പറുണ്ട്, വിളിച്ചാൽ മതി.